ഈ കറികളിലൊക്കെ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ കിഴങ്ങിടുക എന്നുള്ളൊരു പറച്ചിലുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഈ പറയുന്ന ഞാൻ തന്നെ ചെയ്തത് സക്സസ് ആയിട്ടുമുണ്ട്. പക്ഷേ ഈ കിഴങ്ങറി തന്നെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് ഇന്നത്തെ വിഷയം. ഞാൻ ഇന്ന് കിഴങ്ങറി വെച്ചപ്പോഴാണെങ്കിൽ ഉപ്പ് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അപ്പത്തിന് ഞാൻ ഉപ്പ് കുറച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് കഴിച്ചങ്ങ് പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഞാൻ കിഴങ്ങും ക്യാരറ്റും കൂടി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് വറുത്തതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ ദാണ്ടെ ഫ്രിഡ്ജിനകത്ത് നിന്ന് നമ്മൾ തോരനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ട്, തോരനല്ല വിഴുക്കുമരട്ടിക്കുള്ളതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ദാണ്ടെ നമ്മൾ മുളക് കറി തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ടെ വെണ്ടയ്ക്ക ഇട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ടെ തേങ്ങ ഒക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്, കിഴങ്ങ് കറിയിലേക്ക് അരച്ച് ചേർക്കാനാണ്. പൊതുവേ ഞാൻ തേങ്ങ അരച്ച കിഴങ്ങറി ഉണ്ടാക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം തേങ്ങ ഇരിക്കുന്നത് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് കിഴങ്ങ് ഉടയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ചെയ്തതാണേ. പിന്നെ ദാണ്ട് ഈ ഫിഷ് ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു, പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഇട്ടതിന് ശേഷം ഇന്ന് നമ്മൾ പാല് മാറ്റിയെടുത്തു. അതിനുശേഷം ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദാണ്ട് നമ്മുടെ ചോറ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അപ്പം ചുടാനുണ്ടായിരുന്നു, അതും ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടികളെല്ലാം ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ.